ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് മൈത്രി ദാനശീലൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദിലീപിൻ്റെ ഭാ ഭാ ബ എന്ന സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. ഒറ്റ വാക്കിൽ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മറ്റൊന്നുമല്ല, ഇതിലെ പല സീനുകളും കൺവിൻസിങ് അല്ലായിരുന്നു. ഇതൊരു ഓവർ ദ ടോപ്പ്, ഒരു ലോജിക്കും ഇല്ലാത്ത സിനിമയാണ് എന്ന് അവർ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അവർ മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇതിലെ പല സീനുകളും നമുക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നത്തില്ല. ഇത് ലോജിക്ക് എന്ന് പറയുന്ന സാധനം മാറ്റി വെച്ചിട്ടാണ് ഈ സിനിമ നമ്മൾ പോയി കാണേണ്ടത്. കാരണം ലോജിക്കായിട്ട് ഒരു കാര്യം ഇതിനകത്ത് കാണിക്കുന്നില്ല. നമ്മൾ ലോജിക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നില്ല നമുക്ക് ആലോചിച്ച് പോകും. പക്ഷേ ഇതിൽ ഒരു ലോജിക്കും ഇല്ല. അങ്ങനെ കണ്ടാൽ പോലും ഞാൻ അങ്ങനെയാണ് പോയി കണ്ടത്. ഈ സിനിമ ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു സ്പൂഫ് സിനിമയായിട്ടാണ് ഞാൻ പോയി കണ്ടത്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഈ സിനിമ ഒട്ടും കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ല. പല സീൻസും ഒട്ടും കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ എന്താണ്, ഓവർ ദ ടോപ്പാണ് എല്ലാ ക്യാരക്ടേഴ്സും. ഈ സിനിമയുടെ തന്നെ നേച്ചർ എന്ന് പറയുന്നത് വളരെ ഓവർ ദ ടോപ്പാണ്. ഇതിൽ ദിലീപിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഓവർ ദ ടോപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാഗം, അദ്ദേഹത്തിൻ്റെ ലുക്കും, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ കിടിലമാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ക്യാമിയോ ഉണ്ട്. ലാലേട്ടനെ ഒരു സ്റ്റാർ മെറ്റീരിയൽ എന്ന രീതിയിൽ ആണ് ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു നടൻ എന്ന രീതിയിലല്ല, ഒരു സ്റ്റാർ എന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കുറേ റെഫറൻസുകൾ വരുന്നുണ്ട്. വിജയുടെ കുറേ റെഫറൻസുകൾ വരുന്നുണ്ട്. ദിലീപിൻ്റെ തന്നെ ഒരുപാട് സിനിമകളുടെ റെഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ കോമഡികൾ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് കോമഡി സീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. പിന്നെ ധ്യാൻ ശ്രീനിവാസ്, വിനീത് ശ്രീനിവാസൻ്റെ കുറച്ച് സീൻസ് ഉണ്ട്. അത് നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതിലപ്പുറം ഈ ഒരു സിനിമയ്ക്ക് എന്താണ് തരാൻ കഴിയുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് അത്രയും ഒരു ബിലോ ആവറേജ് സ്ക്രീൻ പ്ലേ, ഭയങ്കര വീക്കാണ്. പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലാത്തൊരു സ്ക്രീൻ പ്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലോജിക്കും ഇല്ലാതെ പോയി കാണണം എന്ന് പറയുമ്പോൾ പോലും പല സീനുകളും നമുക്ക് തോന്നും ഇതൊക്കെ എന്താണ് ഈ കാണിച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്ന തരത്തിലുള്ള സീനുകളുണ്ട്. ഇതിൽ ധ്യാൻ ശ്രീനിവാസൻ്റെയും വിനീത് ശ്രീനിവാസൻ്റെയും കുറേ കൗണ്ടറുകളുണ്ട്. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അത് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ചോദിച്ചാൽ തീർച്ചയായിട്ടും ദിലീപ് വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടനെ ഒരു സ്റ്റാർ മെറ്റീരിയൽ എന്ന രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനയം എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസൻ്റെയാണ്. അദ്ദേഹത്തിന് ഇത്തരം ക്യാരക്ടറുകളുണ്ടല്ലോ, വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടറുകൾ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങളിൽ അദ്ദേഹം വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതേ ഒരു മീറ്ററിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സിനിമ ഒന്നും തന്നെ നമുക്ക് തരുന്നില്ല. വളരെ വീക്കായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ, വളരെ ലാഗൊക്കെ, ഒരുപാട് ലാഗുണ്ട്. നമ്മൾ അവസാനമൊക്കെ ആകുമ്പോൾ, സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്ന് പറയുന്ന തരത്തിലേക്ക് സിനിമ മാറുന്നുണ്ട്. അപ്പോൾ തന്നെ വളരെ ബിലോ ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് ഭാ ഭാ ബ എന്ന ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമ തോന്നിയിട്ടുള്ളത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.